മാഡം എന്താ എന്ത് പറ്റി? ഓ, ഞാനിന്ന് വളരെ ടെൻഷനിലാണ് കുട്ടികളെ. അതിന് ഹണി എന്താ ചെയ്തത്? ഹണി ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷെ എനിക്കിന്ന് വർക്കിലോട് ഒരുപാടായിരുന്നു. എന്റെ അമ്മയെ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു മാഡത്തിന്റെ ഫേവറേറ്റ് ഡ്രസ് ഞാൻ കാരണം കത്തിപ്പോയ കാര്യം മാഡം അറിഞ്ഞു. ഓഹോ ഓഹോ. മാത്രല്ല തീ അണയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ജാക്കറ്റില്ലേ അതും കത്തിപ്പോയി. ഹണി, ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ആഹാ. ഞാനാണ് ദാമോദർ. ദാ കൊണ്ടുവന്നിരിക്കുകയാണ് ലെറ്റർ. സൈൻ ചെയ്യൂ ഇതിൽ, എന്നിട്ട് വായിക്കൂ ലെറ്റർ. ഡിയർ മിസ് കാട്ട്കർ, ഞാൻ നിങ്ങളുടെ ബോസ്. നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ മാനേജർ പോസ്റ്റിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അപ്പം മാഡത്തിന് ഓഫീസിൽ നിന്ന് പുറത്താക്കുകയാണോ? നിനക്ക് ആ കാര്യത്തിലാണോ വിഷമം? എന്റെ വിഷമം എന്താന്ന് വെച്ചാല് മാഡത്തിന്റെ ജോലി പോയാലോന്ന് ആലോചിച്ചിട്ടാണ്. ഈ മര കഴുതെ കൊണ്ട് തോറ്റല്ലോ ദൈവം. ഈ ലെറ്റർ ഞാൻ വെച്ചോളാം. കുട്ടികളെ, പുറത്താരാ വന്നത്? അതാ അത് ആരോ പുറത്ത് വഴിതെറ്റി അഡ്രസ് തെറ്റി വന്നതാണ് മാഡം. അതെ മാഡം. ഓ, ഓക്കേ. അയ്യോ. ഓ ഓ. ഹണി, നീ താഴെ എന്താ ചെയ്യുന്നത്? മാഡത്തിന്റെ ചെരുപ്പാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് മണ്ണിൽ ഒരിക്കലും വെക്കരുത്, വല്ലാണ്ട് വൃത്തികേടായി പോകും മാഡം. ഓ വേണ്ട ഹണി, വേണ്ട. ഇപ്പൊ നീ തമാശ ഒന്നും പറയല്ല. എനിക്കത് കേൾക്കാനുള്ള ഒരു മൂഡും ഇല്ല. നല്ല ജീൻസ് ആണല്ലോ മാഡം. മാഡത്തിന്റെ ചോയ്സ് എപ്പോഴും സൂപ്പർ ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഈ ഞാൻ. ആ ലെറ്റർ കിട്ടിപ്പോയി. വരൂ കൂട്ടുകാരെ, എല്ലാരും കൂടി എന്നെ കെട്ടിപ്പിടിക്കേ. അതൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ കാരംസ് കളിച്ചു. കാരണം ഡോർബെൽ ആരും അടിച്ചില്ല. പിന്നെ പോസ്റ്റ്മാനും ഈ വഴി വന്നിട്ടേ ഇല്ല. ഒരു ലെറ്റർ പോലും അയാൾ ഞങ്ങൾക്ക് തന്നില്ല. മാത്രമല്ല മാഡത്തിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും ഒളിക്കുന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അതിനൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ. പോസ്റ്റ്മാനും ഇല്ല, ലെറ്ററും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ബണി, ഈ ഹണി എന്താ പറയുന്നത്? മാഡം, ഇവൻ പറയുന്നതേ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നാണ്. വല്ലാതെ ബോറടിച്ചു. മാഡത്തിന് ബോറടിച്ചു കാണുമല്ലോ. അതെ ബണി, നീ പറഞ്ഞത് ശരിയാണ്. എന്തെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് ഓഫീസിലെ വർക്ക് ഒരുപാടുണ്ട്. ഒരു കാര്യം ചെയ്യാം മാഡം, മാഡത്തിന്റെ മൂഡ് റീഫ്രഷ് ചെയ്യാനായിട്ടേ നമുക്ക് കുറച്ചുനേരം TV കണ്ടാലോ? വേറെ ഒന്നും കണ്ടില്ലേ പറയാൻ. ലെറ്റർ റിമോട്ടിൽ എടുത്ത് മാറ്റേണ്ടി വരുമല്ലോ. റിമോട്ടിന്റെ ബാറ്ററിക്ക് ചാർജ് ഇല്ല. ഞാൻ കിച്ചണിൽ പോയി ഇത് മാറ്റിക്കൊണ്ട് വരാം. മാഡം, TV കാണുന്നതിനോടൊപ്പം തന്നെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. സോർദാറെ, മാഡത്തിന് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കേ. ഈ മര കഴുതെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്ന് ലെറ്റർ എടുത്ത് മാറ്റേണ്ടി വരും. ഞാനിത് എവിടെ കൊണ്ട് വെച്ചാലും ആ ഹണിക്ക് അത് മാത്രമേ ഐഡിയ ആയിട്ട് തോന്നുള്ളൂ. എന്തൊരു കഷ്ടം. പുതിയ ബാറ്ററി ഈ വീട്ടിലില്ല മാഡം. പറഞ്ഞോളൂ മാഡം, മാഡത്തിന് വേണ്ടി ജ്യൂസ്. ഓ ഹണി, കണ്ടില്ലായിരുന്നു. ടെൻഷൻ കൊണ്ട് ചൂടെടുത്ത് വേർക്കുവാണ്. ആ കൂളർ ഒന്ന് ഓൺ ചെയ്യ് ഹണി, പ്ലീസ്. അയ്യോ.
എടാ ലെറ്റർ പറക്കുന്നു. മാഡത്തിന്റെ കയ്യിലെങ്ങനെ കിട്ടാൻ പാടില്ല. വേഗം അതിനെ പിടിക്കാൻ നോക്ക്. നിങ്ങളുടെ എന്താ ചെയ്യുന്നത്? അത് പിന്നെ ഞങ്ങള് വലിയൊരു പാർട്ടി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ പണക്കാർ തമ്മിലേ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കില്ലേ, അത് ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. സോർദാറേ, നീ ഒരു നായയാണ്, അല്ലാതെ പല്ലിയല്ല. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. എനിക്ക് സീലിംഗ് നടക്കാൻ പറ്റില്ല. അയ്യോ ഇത്രയും നേരം നിങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും നേർന്നില്ല. ഇനി ഈ പോപ്പട്ടന്റെ കഴിവ് നിങ്ങൾ കണ്ടോ? ഓ, ഇന്ന് ആ പേപ്പർ കയ്യിലാക്കിയിട്ട് ഞാൻ അടങ്ങൂ. സംശയമുണ്ടോ? ആഹാ. എടാ സോർദാറേ, നീ എന്ത് പണിയാടായി കാണിച്ചത്? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പരുക്ക് പറ്റിയിരുന്നു. നമുക്കല്ല, നിനക്ക്. ഞാൻ മര്യാദക്ക് പറഞ്ഞു വന്നതായിരുന്നു. സോർദാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ഒന്ന് ക്ഷമിക്ക് പോപ്പട്ടെ. പിന്നൊരു കാര്യം, ദേ കഴുത ഞാനാണ്. നിങ്ങളെല്ലാം കഴുതകളാണ്. മിക്കവാറും നീ എല്ലാം പൊളിയും. ദാ നോക്കിയേ. ഓഹോ, ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്ന് കണ്ടിട്ടും നിങ്ങൾ വല്ലാത്ത കുസൃതിയാ കാണിക്കുന്നത്. ഓഹോ, സോർദാർ, ബണി, പോപ്പർ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നുമില്ല മാഡം. നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അയ്യോ ഇല്ല മേഡം, ഞങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതെ, വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നോക്കിക്കോളൂ. നീ എന്താ ഒളിക്കുന്നത് ഹണി? ആരോ വന്നിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ പോയി വാതിൽ തുറക്കാം. വന്നത് പോസ്റ്റ്മാനാ. അതെ, മനുഷ്യരെയല്ലേ പോസ്റ്റ്മാൻ എന്ന് വിളിക്കുന്നത്. ഞാൻ പോസ്റ്റ് പ്രാവാണ്. ഞാൻ യൂട്യൂബിലും ഫേമസ് ആണ്. PRAVU പ്രാവ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ആ ബെല്ലൊന്നടിക്കൂ. എടാ പരമാക്രി, ബെല്ലടിക്കാനാ പറഞ്ഞത്, എന്നെ അല്ല. ഓ, എന്ത് പറ്റി കുട്ടികളെ? ഇയാള് നിങ്ങളുടെ കൂട്ടുകാരനാണോ? വരൂ, അകത്തേക്ക് വരൂ. ആയിക്കോട്ടെ മാഡം, ആയിക്കോട്ടെ. മേഡം, ഇത് ഞങ്ങളുടെ കൂട്ടുകാരൊന്നും അല്ല, പോസ്റ്റ് പ്രാവാണ്. ഒരു കത്ത് തരാൻ വേണ്ടി വന്നതാ. സംശയമുണ്ടോ? നിങ്ങൾക്കുള്ള കത്ത് ദേ ഇതാണ്. ബാഗിൽ നിന്ന് എടുത്തു തരുന്നതും ഞാൻ തന്നെ. കത്ത് പൊട്ടിച്ച് പുറത്തെടുക്കുന്നതും ഞാൻ തന്നെ. പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കവറിന്റെ ആവശ്യം വരില്ലല്ലോ. മറ്റുള്ളവരെ അത് വായിച്ച് കേൾപ്പിക്കുന്നതും ഈ ഞാൻ തന്നെയാണ്. വല്ലാത്തൊരു പോസ്റ്റ്മാൻ തന്നെ. ഇതെനിക്ക് വന്ന കത്താണ്, ഞാൻ തന്നെ വായിച്ചോളാം. അതിനെന്താ മാഡം വായിച്ചോളൂ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് മാഡം? ഓഫീസിൽ നിന്ന് വന്നതാണോ? ഓഹോ, ഇതിൽ എഴുതിയിരിക്കുന്നത് സവിനയം ഞാൻ എഴുതുന്നൊരു നിവേദനമാണിത്. ഇതിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ വായിക്കണം, കാരണം താങ്കൾ ഇത് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. അഥവാ ഈ കാര്യം താങ്കൾക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അറിയാൻ കഴിയില്ല. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തോ വലിയ കാര്യമാണെന്നാ തോന്നുന്ന മാഡം. അതിന്റെ ബാക്കി കൂടി വായിക്കേ. ഇതിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. ബാക്കി പേജ് ഉണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റൂ. ഇതിപ്പോ എല്ലാം കൂടെ ഒരുമാതിരി തോട്ടി വാങ്ങിയിട്ടും ആന ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. സംശയമുണ്ടോ?
ദാ കിടക്കുന്ന കത്ത്, പക്ഷെ ഈ കടലാസിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ലല്ലോ. എടാ അത് ടിഷ്യൂ പേപ്പറാണ്, ആരെങ്കിലും ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞതായിരിക്കും. ചിലപ്പോ അയച്ച ആളാ കത്തില് പകുതി സ്റ്റാമ്പ് ഒട്ടിച്ചു കാണൂ. അതുകൊണ്ടാണ് ആ പോസ്റ്റ്മാൻ പകുതി കവറുമായിട്ട് വന്നത്. എടാ പൂച്ചേ, സത്യസന്ധമായി ജോലി ചെയ്യുന്ന എന്നെ വെറുതെ ഡൗട്ട് അടിച്ചേക്കല്ലേ. ഞങ്ങളുടെ ഹെഡ്ലൈനാണ് മിടിക്കുന്ന ഹൃദയത്തിൽ കത്തെഴുതൂ, മടിക്കാതെ ഞങ്ങൾ അത് വേഗം പോസ്റ്റ് ചെയ്യാം. സത്യത്തിൽ എന്റെ ഹൃദയം കിടന്ന് മിടിക്കുന്നത്. ഒരു പക്ഷേ ആ കത്തിൽ ഞാൻ പ്രൈം മിനിസ്റ്റർ ആവുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റും ആവാം, അതോ അല്ലെങ്കിൽ ക്യാറ്റ് ഓഫ് ദ സെഞ്ചുറി. അത് വല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥനാവാൻ സാധ്യതയില്ലേ ഞാൻ? ആ പറഞ്ഞത് ശരിയാ. സ്വന്തം കൂട്ടുകാരൻ ഒരു വലിയ ആളാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ കത്ത് വന്ന കവർ നോക്കി അയച്ചാളുടെ പേരും അഡ്രസ്സും കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഈ മരമണ്ടൻ ആ കവർ വലിച്ചെറിച്ച് കളഞ്ഞില്ലേ, കഷ്ടം. മാഡം, ഈ പ്രാവ് ഏത് വഴിയാണ് വന്നത്? ഞങ്ങൾ ആ വഴിക്ക് പോയി നോക്കിയിട്ട് വരാം. മിക്കവാറും ആ വഴിയിലെങ്ങനെ കാണും അത്. ഓഹോ, ഓക്കെ, സൂക്ഷിച്ചു പോണം കുട്ടികളെ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം, ഒരുമിച്ച് നോക്കാലോ. നമ്മളെ ബാക്കി പേപ്പറിൽ അന്വേഷിക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാലോ. ഹണി ഓൾറെഡി കഴുതയാണ്. ഇനിയിപ്പോ ഇവനെ എന്ത് വിളിക്കും? കണ്ടില്ലേ, പട്ടാ പകല് ടോർച്ചും അടിച്ചോണ്ട് നടക്കുക. ഇവനെ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ എന്റെ അമ്മാവനെ ഓർമ്മ വന്നത്. അതെന്താ, അദ്ദേഹം സുന്ദരനോ സത്യസന്ധനോ ആയിരുന്നോ? അല്ല, അങ്ങേര് നിന്നെ പോലെ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കും, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. എന്റെ പോസ്റ്റ് പ്രാവേ, നീ കത്ത് കൊണ്ടുവന്ന വഴിയിലൂടെ ഞങ്ങളെയും ഒന്ന് കൊണ്ടുപോ. അതെ അതെ, അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വളവളാന്ന് സംസാരിക്കുന്ന എന്റെ അമ്മാവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ. ഇതിന് വില അല്പം കൂടുതലല്ലേ? ഇദ്ദേഹത്തിന്റെ സർവീസ് എന്തായാലും കൊള്ളാം. വീടുകളിൽ മാത്രമല്ല കടകളിലും വന്ന് ലെറ്റർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോ ഇയാൾ ആൾക്കാരെ അവരറിയാതെ പിന്തുടരുന്നുണ്ടാവും. അതെന്തിനാ? കത്ത് കൊടുക്കാൻ വേണ്ടിട്ട്, അല്ലാതെ എന്തിനാ? വലിയ നീ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചല്ലോ. ആ അല്ല, നമ്മളെന്തിനാ മാർക്കറ്റിലേക്ക് വന്നത്? നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെയാ വന്നത്. താൻ എന്താ ചെയ്യുന്നേ? ഇതുവഴി വന്നപ്പോ ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടായിരുന്നു. അവരെ കണ്ടപ്പോ ഞാൻ തക്കുടുവാവേ എന്ന് പറഞ്ഞിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. ആഹാ, വലിയൊരു മഹാകാര്യമാണല്ലോ പറഞ്ഞത്. നോട്ട് ചെയ്തോ, ചിലപ്പോ എക്സാമിന് എങ്ങനെ ചോദിച്ചാലോ. ഒരു ദിവസം രാത്രി ഞാൻ പറക്കുകയായിരുന്നു. ദിവസമാണോ അതോ രാത്രിയാണോ? എടോ, രാത്രി തന്നെ. അന്ന് രാത്രി ഞാൻ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് നേരെ വന്ന കാറിൽ ചെന്നൊരൊറ്റ ഇടി. അപ്പൊ രാത്രിയിൽ കണ്ണു കണ്ടൂടെ? പിന്നെ എങ്ങനെയാ കാറ് ചെന്നിടിച്ചത്? അത് ആ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആയിരുന്നു. ഞാൻ വിചാരിച്ച 2 ബൈക്കാണെന്നാ. അപ്പൊ ഹീറോ ആവാൻ വേണ്ടി 2 ബൈക്കിന്റെ നടുവിലൂടെ ഒന്ന് പോവാൻ നോക്കിയതാ. അവസാനം കാറിൽ ചെന്ന ഒരൊറ്റ ഇടിയായിരുന്നു. ഒരിക്കലും ഹീറോ ആവാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? ഇത് ഞെക്കിന് എന്താ സംഭവിക്കുക? അയ്യോ, വലിയ സൂക്ഷിച്ചേ. എന്നാ ഇതമർത്തി നോക്കാം. സത്യത്തിൽ ഈ ഹണി നമ്മളെ സഹായിക്കുകയാണോ അതോ വല്ല പ്രതികാരവും ചെയ്യുകയാണോ? എടാ ഹണി, നീ എന്തായി കാണിക്കുന്നത്? കാറിന്റെ ഫൗണ്ടൈൻ. കൂട്ടുകാരെ, ഇവിടെ നിന്ന് കടലാസ് കിട്ടില്ല. നമുക്ക് ഇതിനു മുമ്പുള്ള സ്ഥലത്തേക്ക് പോകാം. ഈ ഹാൻഡിൽ താഴേക്കാക്കുമ്പോ ഞാൻ ദേ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഇവന്മാര് എങ്ങോട്ടാ പോകുന്നത്? വല്ലാത്ത ചതിയായി പോയി. അയ്യോ, സോറി, ഞാൻ കാരണം നമ്മളെല്ലാരും വഴിതെറ്റി ഇങ്ങോട്ടേക്ക് വന്നു. താൻ പ്രജേഷിന് കത്ത് കൊടുത്തെങ്കിൽ പിന്നെ എന്തിനാ ഇയാൾ ഇങ്ങനെ ചൂടാവുന്നത്? ആർക്കെങ്കിലും ഒരാൾക്ക് വരുന്ന കത്ത് അയാളുടെ മുഖത്തേക്ക് പിന്നെ വലിച്ചെറിഞ്ഞു കൊടുത്താൽ ദേഷ്യം വരില്ലേ? അപ്പൊ താൻ പ്രതികരിക്കാൻ നിൽക്കുവാണല്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും ബെല്ലടിക്കൂ. നിന്റെ ബെല്ലെന്തായാലും ഞാൻ അടിച്ചോളാം. അത് നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും. കൂട്ടുകാരെ, ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ പേപ്പറിന്റെ ബാക്കി ഭാഗം കണ്ടെത്തണ്ടേ? നമുക്ക് 2 പിരിഞ്ഞ് അന്വേഷിക്കാം. എന്റെ അമ്മോ, ഇവൻ വിടുന്ന മട്ടില്ലല്ലോ. ആ വൈക്കോല് കൂനയുടെ പുറകിൽ അന്വേഷിക്കാം. ബാത്ടബ്, ഇതിലൊന്ന് തെരഞ്ഞു നോക്കാം.
ഹൈ, ഈ ബ്രിജേഷ് കാരണം ഞാൻ ഓടി ഓടി മടുത്തു. താങ്ക് യു. അല്ല ഈ ലെറ്റർ എവിടെയാണ് പോയത്? എടാ എന്റെ കൈ പോയിട്ട് അവിടെ ചിറക് മുളച്ചു. എടാ അത് നിന്റേതല്ല, എന്റെ ചിറക. എഴുന്നേറ്റ് മാറാ പുറത്തുനിന്ന്. എന്തുമാത്രം കളർഫുള്ളാണ്. നീ എവിടെന്നാ വരുന്നത്? മംഗോളിയ. ആ, ഞാൻ രാവിലെ 2 കിലോ മാംഗോ വാങ്ങിച്ചതേ ഉള്ളൂ. നീ എവിടെന്നാ വരുന്നത്? ആ എടോ, മംഗോളിയ എന്ന രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എഴുതണമെങ്കിൽ പേനയിൽ വേണം മഷി. എന്റെ പേരാണ് ശശി. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. എനിക്ക് വായിൽ നിന്നും കാറ്റ് വരുത്താൻ കഴിയും. അതെയോ? എങ്ങനെ? ആ. 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 കണ്ടോ, ഞാൻ വായിൽ കൂടി കാറ്റ് വിട്ടത് കണ്ടില്ലേ? ആ മംഗോളിയൻ തത്ത നമ്മുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഹണി ബണിയുടെ അടുത്ത് പോയിരിക്കുകയാണ്. ഹണി ബണിയുടെ അടുത്ത് നിന്ന് തത്തയെ വാങ്ങുന്നത് സിംഹത്തിന്റെ വായിൽ നിന്ന് പാൽക്കുപ്പി വാങ്ങുന്ന പോലെയാ. സിംഹമല്ലടാ, പശുവാണ് പാല് കുടിക്കുന്നത്. എടാ, എന്റെ പശുവിന്റെ പേര് സിംഹം എന്നാ. എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ പോലെ ഒരു മണ്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗ്യാങ്ങിന് ഒരു വിലയില്ലാത്തത്. ആ ഹണി ബണിയെ പറ്റിച്ച് ആ മംഗോളിയൻ തത്തെ നമുക്ക് പൊക്കണം. എന്നിട്ട് വേറെ ഏതെങ്കിലും സിറ്റിയിൽ കൊണ്ടുപോയി നമുക്ക് ഇതിനെ വിൽക്കണം. ഞാൻ പതുക്കെ പോയി അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരാം. ഓക്കേ? കാണാനില്ലല്ലോ. അതേടാ, ബോള് കാണാനില്ല. ബോളും കാണാതെ പോയി, ബോൾ അടിച്ചവനെയും കാണാതെ പോയല്ലോ. മാത്രമല്ല, ഇങ്ങോട്ട് നോക്ക്, കാൽപ്പാടുകളും ഇവിടെ ഉണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. വന്നപ്പോ ചിറകടിച്ച് പറന്നാ വന്നത്. അപ്പൊ പോയപ്പോ ഷൂസ് ഇട്ടിട്ടാണോ പോയത്? എടാ കഴുതേ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാ അവനെ പിടിക്കാൻ ആരോ വരുമെന്ന് പറഞ്ഞില്ലേ? അവരവനെ പൊക്കിയോണ്ട് പോയതാ. ഓ, കൊക്കിയിരിക്കാണോ? ഞാൻ അവര് വന്ന് പിടിച്ചോണ്ട് പോയെന്ന് പേടിച്ചു പോയി. എന്റെ ഹണിസ്വാമിജി, അങ്ങയുടെ തൃപ്പാദങ്ങളൊന്ന് കാണിക്കുവോ? നിന്റെ മുട്ടുകളി ഞാൻ തല്ലി ഓടിക്കും. നിനക്ക് ഞാനൊരു സജഷൻ തരാം. 1/2 മണിക്കൂറിൽ ഒരിക്കലും ഒരു പേരക്ക കഴിക്കേ. അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധി വളരോ? ഒരിക്കലുമില്ല. ആ തിരുവായ്ക്കൂർ റെസ്റ്റ് കിട്ടുമല്ലോ, ഞങ്ങൾക്ക് കുറച്ച് സമാധാനവും കിട്ടും. അവിടെ ഒരാൾക്ക് 20 രൂപയ്ക്ക് വിൽക്കാൻ പോവുകയാണ്. 20 രൂപയ്ക്കോ? എടാ, നമുക്കൊരു 50 രൂപയ്ക്ക് വിൽക്കാവിടെ. ഒരു സർബത്ത് കുടിക്കണമെങ്കിൽ 25 രൂപ കൊടുക്കണം. 2 സർബത്തിന് കൂടി 50 രൂപ. മര്യാദയ്ക്ക് തന്നേക്ക്. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലോകം ഇടിഞ്ഞു വീണാലും ശരി, ഞങ്ങളുള്ളപ്പോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി എന്റെ ടേണാണ്. സൂര്യൻ തന്നെ ഇരുട്ടിയാലും നിങ്ങൾ വിചാരിച്ചത് നടക്കില്ല. കഴുതേ, സൂര്യൻ ഒരിക്കലും ഇരുട്ടില്ലടാ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ടൊന്നും ആലോചിച്ചില്ല. കാരണം ഭയങ്കര ചൂടല്ലേ. പക്ഷെ കണ്ണാടി വെച്ച് നോക്കിയപ്പോഴാ ഇരുട്ടായത് കണ്ടത്. ആ എടാ ലാല, നിന്റെ ഷൂ ലൈസ് അഴിഞ്ഞു. ഒരു മിനിറ്റ്, ഇതൊന്ന് പിടിച്ചേ. ഞാൻ എന്റെ ലേസ് ഒന്ന് കെട്ടിക്കോട്ടെ. എടാ കഴുതേ, വീട്ടേക്കുന്ന ചെരുപ്പാടാ.
എടാ ശശി, എടാ മുകളിലായിരുന്നപ്പോ നിനക്ക് പറക്കായിരുന്നില്ലേ? എനിക്ക് കഴിവ് കുറച്ച് കൂടുതലാണ്. മുകളിൽ കൂടി പറക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. താഴെ നിന്ന് പറക്കണം, അതാണ് എനിക്ക് ഇഷ്ടം. ചിലപ്പോ അവര് രണ്ടുപേരും ഇനി ആ കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടോ? അടിപൊളി, നിന്റെ ഐഡിയ അടിപൊളി തന്നെ. ഇതൊക്കെ നിങ്ങളുടെ തെറ്റാ. കറക്റ്റ് സമയത്തിന്റെ വായടച്ചിരുന്നെങ്കിലേ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ? എടാ, ഈ കുതിരക്ക് തലയില്ല. എടാ ഇങ്ങോട്ട് നോക്കിയിരിക്കടാ, തല ഇപ്പുറത്താ ഉള്ളത്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇതൊരു തലതിരിഞ്ഞ കുതിരയാണെന്ന്. എന്റെ അടുത്താണ് കളി. ഇവന്മാർക്കിട്ട് നല്ലൊരു പണി ഞാൻ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഓ. ഇത് ശശിയുടെ ടാലന്റ് ആണ്. ഹണി, ഒന്ന് പതുക്കെ പോ. കൊച്ചലിയ, ഞാൻ സ്പീഡ് കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് കൊച്ചലിയും കുറച്ച് സ്പീഡ് കൂട്ടിയാ പോരെ. ഹണി, ഒന്ന് മുന്നോട്ട് നോക്ക്. അയ്യോ, ഡോക്ടർ ബാലു ഇത് എങ്ങോട്ടാ പോയേ? അയ്യോ, ഡോക്ടർ ബാലുദ പറന്നു പോകുന്നു. പണി ഡോക്ടർ താഴെ വീഴും മുമ്പേ പിടിക്കണം. എടാ, അത് ഡോക്ടർ ബാലു ആണ്, അല്ലാതെ ക്രിക്കറ്റ് ബോൾ ഒന്നുമല്ല പറന്ന് പിടിക്കാൻ. സംശയമുണ്ടോ? അതെ, അങ്ങനെ ക്യാച്ച് എടുത്താലേ നമ്മുടെ ചമ്മന്തിയാവും. അയ്യോ. അയ്യോ, ഡോക്ടർ ബാലു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഒന്ന് പറ ഡോക്ടറെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടെ വരൂ. ഇവരോടൊപ്പം നിന്നെ ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ എന്റെ ഈ ക്രാഫ്റ്റ് വർക്കിന് ബെസ്റ്റ് ആക്കി തരാം. ആ, എനിക്ക് അല്പം ബുദ്ധിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുമുണ്ട്. ഞാൻ അങ്ങോട്ട് വരില്ല. സംശയമുണ്ടോ? ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്തിനാ അമ്മയോട് മാത്രമാക്കുന്നേ? വീട്ടുകാരോട് മുഴുവൻ പറഞ്ഞു. എന്നാലും ഞാനില്ല നിങ്ങളുടെ ഈ കുട്ടികളിക്ക് കൂട്ടു നിൽക്കാൻ. സംശയമുണ്ടോ? ഞാൻ എന്നെ പിടിക്കുമായിരുന്നു, എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കാട്ടുമായിരുന്നു. നീ ശരിക്കും ഞെട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് സ്കൂളിൽ എത്തണം, അല്ലെങ്കിൽ എന്നെ കാണാതെ ടീച്ചർ വിഷമിക്കും. കഴുത്തിൽ കെട്ടുന്ന തുണിയെ സാധാരണ ടൈ എന്ന് പറയാം. തൽക്കാലം ഞാൻ നിങ്ങളോടെല്ലാം ബൈ എന്ന് പറയാം. പോട്ടെ. അല്ല, ഈ ബാലോട്ടർക്ക് എന്താ വട്ടായതാണോ? അല്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നേ. പക്ഷെ പെരുമാറ്റം മുഴുവനും കുട്ടികളെ പോലെ തന്നെയാണ്. അപ്പൊ ഡോക്ടർ എന്തിനാ സ്കൂളിലേക്ക് പോയത്? ചിലപ്പോ കുട്ടികളുടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. സംശയമുണ്ടോ? എനിക്കിപ്പോ ശരിക്കും സംശയമുണ്ട്. എനിക്കുണ്ട്. സംസാരം ഒട്ട് ശരിയല്ല. ഡോക്ടറിന് എന്തോ പ്രശ്നമുണ്ട്. വാ, എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്റെ പുതിയ അയൽവാസിയാണ് ജോയി. വെയിറ്റ് ചെയ്യണേ, ഞാൻ അല്പം ലേറ്റ് ആയി പോയി. അടി കൈ. ആ, ഔ. ആ, ശരി ശരി, ഇതിൽ കൈയടിക്കേണ്ട കാര്യമില്ല. കന്നാങ്കിളെ, എന്നെ സ്കൂൾ വരെ ഒന്ന് വിടാമോ? കന്നാങ്കിൾ, ഞാൻ ബിസിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ കന്നാങ്കിൾ. ഞാൻ ബിസിയാണ്, ലേറ്റ് ആയി പോയി. ഡോക്ടർ വേണമെങ്കിൽ നടന്നു പോ. അല്ല, ഒരു ഡോക്ടർ ഒന്ന് ചുമ്മാ ശല്യം ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. എന്റെ മാഷ, ഞാൻ അസിസ്റ്റന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേപ്പേഴ്സ് അയാളുടെ കയ്യിലാണ്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? കുക്കർ ചീറ്റുന്നത് പോലെ ഉണ്ട്. ഇപ്രാവശ്യം മഴ കുറവാണ് പെയ്തത്. ഡോക്ടർ ബാലു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്?
ഞാൻ കൈയടിക്കാൻ പറയുമ്പോഴൊന്നും നിങ്ങൾ കൈയടിക്കാറില്ല. ഇപ്പൊ ചുമ്മാ എന്ന് കൈയടിക്കുവാണോ? എന്നോട് സ്കൂളിലേക്ക് നടന്നു പോകാൻ പറഞ്ഞില്ലേ? ഇനി കന്നാങ്കളും നടന്നു തന്നെ പൊയ്ക്കോളൂ. താങ്കൾ ഇവിടെ എന്ത് ചെയ്യാണ് ഡോക്ടർ ബാലു? രോഗികൾ താങ്കളെ വെയിറ്റ് ചെയ്യാണ്. വേഗം വരൂ. ആ വേഗം വാ, എന്നെ വേഗം സ്കൂളിലേക്ക് വിട്. ഡോക്ടർ ബാലു, ഡോക്ടർ ബാലു, ഡോക്ടർ ബാലുവിനെ കൊണ്ട് തോറ്റു. പിള്ളേരെ പോലെ പെരുമാറുന്നത്. എന്റെ ടയറിനെ കാറ്റഴിച്ച് കളഞ്ഞിട്ട് കൈകൊട്ടി ചിരിക്കുക. ഞങ്ങളുടെ അടുത്തും കുട്ടികളെ പോലെയാണ് പെരുമാറിയിരുന്നത്. എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം എങ്ങോട്ടാ പോയത്? കർത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വന്നിരുന്നു. പക്ഷെ ഡോക്ടർ സ്കൂളിലേക്ക് പോണെന്നാ അപ്പൊ പറഞ്ഞത്. സ്കൂളിൽ തന്നെ കാണും. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. എന്നെ വെറുതെ വിടൂ, എന്റെ കോളറിൽ നിന്ന് വിടൂ. ഇതെനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. യു ആർ ഡോക്ടർ ബാലു. ആദ്യം രോഗികളൊന്ന് നോക്കൂ. ഡോക്ടർ സാറേ, നടക്കുമ്പോ എന്റെ കാലുകളൊക്കെ വേദനിക്കുന്നു. എന്നാ നടക്കാതിരുന്ന പോരെ? ഡോക്ടർ എന്തൊക്കെയാ ഈ പറയുന്നത്? നടക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്റെ ഈ പ്രശ്നം ഇപ്പൊ തന്നെ തീർത്തു തരാം. നിന്റെ ഈ പ്രശ്നത്തിന് ഇപ്പൊ തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. കഴിഞ്ഞു. ഇനി നിനക്കൊരിക്കലും നടക്കാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയുമില്ല. കാലുകൾ വേദനിക്കില്ല, കാരണം നിനക്ക് നടക്കാനാവില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട്. അതിന് നീ ഡോക്ടറിന്റെ അടുത്തല്ലേ പോകേണ്ടത്. എന്റെ അടുത്ത് എന്തിനാണ് വന്നത്? അയ്യോ അയ്യോ, എടാ മരുമാക്രി, നോക്കി നിൽക്കാതെ അഴിച്ചതാ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഞാൻ ഡോക്ടർ സാറിന്റെ ചികിത്സാ രീതിയിൽ ഇടപെടില്ല. എടാ മരത്തലയാ, എങ്ങോട്ടാ പോകുന്നേ? കർത്താ, കർത്താ. നിങ്ങൾ മരത്തിൽ കളിക്കൂ, ഞാൻ ഗാർഡനിൽ പോയി കളിച്ചോളാം. വിചിത്രമായിരിക്കുന്നു. ഡോക്ടർ ബാലുവിന് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങ് വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. ഞങ്ങളും അദ്ദേഹത്തെ അന്വേഷിക്കായിരുന്നു. സ്കൂളിൽ ചെന്നു, അവിടെയും അദ്ദേഹം ഇല്ല. ആ, എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡനിൽ കളിക്കാൻ പോകുന്നുണ്ടെന്ന്. വരൂ വരൂ, നമുക്ക് ഗാർഡനിൽ പോയി നോക്കാം. ഡോക്ടറെ, ഡോക്ടർ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. സോറി, എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനെ ചെയ്ത് ക്ഷീണിച്ചു. എന്റെ കണ്ണെന്ന ആകാശത്ത് ഉറക്കത്തിന്റെ കാർമേഘങ്ങൾ മൂടി. എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അമ്മയെ ഓർമ്മ വരുന്നുണ്ട്. കുട്ടികളെ പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? കുട്ടികളെ പോലെ തന്നെയല്ലേ അയാൾ പെരുമാറുന്നതും. എന്റെ കൂടെ ഇപ്പൊ ഗാർഡനിൽ കളിക്കുമായിരുന്നു. എന്നിട്ട് കുട്ടികളെ പോലെ കൈകൊട്ടി ചിരിക്കുമായിരുന്നു. ഞങ്ങളോടും കുട്ടികളെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്റെ അടുത്തും അങ്ങനെ തന്നെയാ. ഹാ, എന്റെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു.
ഇവിടെ വരൂ. നിന്റെ കാത് കൊള്ളാം, കാതിൽ കിടക്കുന്ന കമ്മലും കൊള്ളാം. പക്ഷേ ഒറ്റ കമ്മലിട്ടുകൊണ്ട് നീ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? അങ്ങുണ്ട്, അങ്ങ് ഡോക്ടറാണ്, ഡിറ്റക്റ്റീവ് അല്ലല്ലോ. പിന്നെ അങ്ങ് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കും. വലിയ വലിയ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആളല്ലേ. കമ്മൽ വളരെ ചെറുതല്ലേ. അതെ, ഒന്ന് കണ്ടുപിടിച്ചു തരാമോ? തീർച്ചയായും. എന്നോടൊപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവര് കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ശക്തിയും കിട്ടും, എക്സ്ട്രാ ബുദ്ധിയും എനിക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എനിക്ക് തീർച്ചയായും കണ്ടെത്തി തരാൻ കഴിയും. ഇവിടെ വരൂ. നിങ്ങൾ എന്റെ കമ്മൽ കണ്ടെത്തി തരില്ലേ? അല്ല, ഇവരുടെ കമ്മല. അവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയും രണ്ടുപേർക്കും വേണ്ടി അന്വേഷിക്കാം ഡോക്ടർ ബാലു. നിങ്ങൾ പേടിക്കണ്ട, കമ്മൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ഇവിടെ വരും മുമ്പ് നിങ്ങൾ എവിടെയൊക്കെയാ പോയത്? ഞാന് ദേവരാജന്റെ സ്വീറ്റ് ഷോപ്പിൽ പോയായിരുന്നു. എനിക്ക് ബദാം ഹൽവ എന്ന് വെച്ചാല് വലിയ ഇഷ്ടാ. ഞാനുണ്ട്. ഞാൻ നിനക്ക് ഒരുപാട് അലുവ വാങ്ങിച്ചു തരാം. അത് കഴിച്ച് നീ ഒരുപാട് തടിച്ച് പിന്നെ തടി കുറയ്ക്കാനായിട്ട് ദിവസവും എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഓ, നിങ്ങളെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പുതിയതായി ഇറങ്ങിയ സിനിമ എന്തെങ്കിലും എന്റെ മുഖത്ത് കാണിക്കുന്നുണ്ടോ? കമ്മൽ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഇവരുടെ സന്തോഷമാണ് എന്നും എപ്പോഴും എന്റെയും സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം പോരാ. വാ, വന്ന് കമ്മൽ അന്വേഷിക്ക്. സംശയം സ്വാഗതം, സുസ്വാഗതം. എന്റെ കടയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ വരൂ. നോക്കൂ, ഞങ്ങളുടെ ഒരു അത്യാവശ്യ കാര്യം. ബദാം സ്വീറ്റ് ഉണ്ടല്ലോ, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. കാര്യം പറയുന്നതിന് മുമ്പ് വായിക്കാത്ത സ്വീറ്റ് കയറ്റിയിൽ എങ്ങനെയാ? ഇഷ്ടം പോലെ സ്വീറ്റ് കഴിച്ചോളൂ, സന്തോഷമായിട്ടിരിക്കൂ. ഇവിടെ വരൂ. ഞാൻ പറയുന്ന കാര്യം എല്ലാവരും എന്റെ സ്വീറ്റ് കഴിച്ച് സന്തോഷമായിട്ടിരിക്കണം. അതാണ് എനിക്ക് വേണ്ടതും. എല്ലാം നന്നായിട്ട് കഴിച്ചു നോക്ക്, എന്നിട്ട് എനിക്ക് ഓർഡർ തന്നാ മതി. ഞങ്ങൾക്ക് നിങ്ങളോടൊരു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ സിറ്റിയിൽ ഏറ്റവും നല്ല സ്വീറ്റ് എന്റെ കടയിലാണുള്ളത്. ഇവിടെ രസഗുളയുണ്ടോ? എന്ത് ചോദ്യമാണിത്? ഉണ്ടല്ലോ. ആദ്യത്തെ നന്നായിട്ടൊന്ന് കഴിക്കേ, എന്നിട്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നായിട്ടൊന്ന് കേക്കേ. ഇനി ഇയാൾ ഏതായാലും കുറച്ചേരത്തേക്ക് മിണ്ടില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങളിവിടെ എന്റെ കമ്മൽ അന്വേഷിച്ചു വന്നതാ. അത് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? മറുപടി പറയേ. എങ്ങനെ പറയാനാണ്? അദ്ദേഹത്തിന്റെ വാ മുഴുവനും ലഡുവാണ്. ഇയാള് വീട്ടിൽ കൊണ്ട് അയാളുടെ ഭാര്യക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. തനിക്ക് നാണമില്ലേ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഭാര്യയ്ക്ക് കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? ഇയാളിപ്പോ പറഞ്ഞത് നാണോ ഇല്ലെന്നാണ്. എന്താ അങ്ങനെയല്ലേ? ഞാൻ ഒരെണ്ണം തരികയാണെങ്കിൽ നിന്റെ കാതിന്റെ പണി അതോടെ തീരും. പിന്നെ ജീവിതകാലം മുഴുവനും തനിക്ക് കാത് കേൾക്കാതെ ജീവിക്കേണ്ടി വരും. ഭാര്യക്ക് ഗിഫ്റ്റ് കൊടുത്തതല്ല, ഞാനത് ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ടാ പറഞ്ഞത്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാ അവർക്ക് കൊടുക്കാനായിട്ട്. ഞാൻ എന്റെ ഭാര്യയോട് വിളിച്ച് പറഞ്ഞേക്കാം. നിങ്ങൾ പോയി ആ കമ്മൽ വാങ്ങിച്ചോ. നമസ്കാരം. ഞങ്ങള് കമ്മൽ വാങ്ങാൻ വേണ്ടി വന്നതാ. നിങ്ങൾ തെറ്റായിട്ടുള്ള സ്ഥലത്താ വന്നത്. കമ്മൽ വാങ്ങണമെങ്കിൽ വല്ല ജ്വല്ലറിയിലോട്ടും പോ. ഇവിടെ വരൂ. ഇത് ജുമാജിയാണ്. ഇവരുടെ മുത്തച്ഛന്റെ കമ്മലാണ്. ഇവരുടെ മുത്തച്ഛൻ കൊടുത്തതാണ് ആ കമ്മൽ. അത് നിങ്ങളുടെ ഭർത്താവിന്റെ കടയിൽ കളഞ്ഞുപോയി. നിങ്ങളുടെ ഭർത്താവാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുത്തുപോയി എന്ന്. ആദ്യം നിങ്ങളാണോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഇവരുടെ കമ്മൽ നിങ്ങൾ ഇവർക്ക് തന്നെ കൊടുത്തേക്കൂ. എന്റെ പൊന്നു ചേട്ടാ, എനിക്കൊരു കാര്യം പിടികിട്ടുന്നില്ല. ഏതമ്മച്ചി, ഏത് ഭർത്താവ്, ഏത് ഭാര്യ, അല്ല ഏതാണ് ഈ ജുമ? ഇവർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളാണ് ഭാര്യ. ദാ ജുമ ഇതാണ്. അപ്പൊ പിന്നെ ഭർത്താവ് ആരാണ്? കടയിലുള്ളതല്ലേ നിങ്ങളുടെ ഭർത്താവ്? സംശയമുണ്ടോ? അദ്ദേഹം എന്റെ ഭർത്താവ് തന്നെയാ. പക്ഷെ അങ്ങേര് എനിക്ക് എന്തിനാണ് കമ്മല് തരുന്നത്? ഇവർക്ക് അവരുടെ മുത്തശ്ശിയാണ് കൊടുത്തത്. നമ്മളാ പയ്യനെ സഹായിക്കണം. എടാ, നന്നായിട്ട് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ.
അതാ മുന്നലാലിന്റെ മോന. സംശയമുണ്ടോ? ഗുണ്ടകൾ അവന്റെ അടുത്ത് സാധനങ്ങൾ മോഷ്ടിക്കാൻ നോക്കുകയാണ്. ഇവിടെ വരൂ. നിങ്ങളുടെ കയ്യിലുള്ള ആ കമ്മൽ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കൂ. അത് ശരി. അപ്പൊ ഈ കമ്മൽ നിങ്ങൾ എന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണല്ലേ? ഇവിടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. കുറച്ചുപേര് അതിലേ പോ, കുറച്ചുപേര് എന്റെ പുറകെ തന്നെ വാ. പേടിക്കണ്ട, ഞാൻ കമ്മൽ മോഷ്ടിക്കാൻ വന്നതല്ല. ഈ കമ്മൽ ജുമാജിയുടേതാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്. നിങ്ങൾ ഇത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇവിടെ വരൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ പക്കലുള്ള ആ കമ്മല് ജുമാജിയുടേതാണ്. ഒരു കാതിലെ കമ്മലുള്ളൂ, മറ്റേ കാതിൽ കമ്മൽ. അല്ല കന്നാ സാറേ, സാറെപ്പോഴാ പ്രാണായാമം തുടങ്ങിയത്? താഴെ നിരത്തെ നീരോടുള്ളൂ. ഇപ്പൊ തുടങ്ങിയതാ, 15 മിനിറ്റ് ആയതേ ഉള്ളൂ. അടികൈ. കന്നാ സാർ ഇപ്പൊ എന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുക. എന്റെ കന്നാ സാറേ, ബണ്ണി ചോദിച്ചതേ എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നാ. അതൊക്കെ എനിക്ക് മനസ്സിലായി പിള്ളേരെ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇന്നിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, അത് 15 മിനിറ്റ് മുമ്പ്. ബാലു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കന്നാ സാറേ, ഞാൻ നിങ്ങളെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്റെ അക്കൗണ്ട് എന്ന പറമ്പിൽ നിന്നും കാശെന്ന മരങ്ങൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയൂ? അങ്ങനെ എന്താണ് സംഭവിച്ചത് ഡോക്ടർ ബാലു? ഞാൻ ഇന്റർനെറ്റിൽ എന്റെ ഫ്രിഡ്ജ് വിൽക്കാനുള്ള ആഡ് കൊടുത്തിരുന്നു. ഒരു കസ്റ്റമറിനെ കിട്ടി. അയാളുടെ സെർവൻ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞു. ക്യാഷ് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല കാര്യമല്ലേ? സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ആരും ഇക്കാലത്ത് വാങ്ങാറായില്ല. സംശയമുണ്ടോ? ഇവിടെ വരൂ. ആദ്യം ഞാൻ മുഴുവൻ കാര്യങ്ങളും ഒന്ന് പറഞ്ഞോട്ടെ. തുറന്നു പറയാനുള്ള അവസരം തരൂ. അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് കാശ് ഇടുന്നതിന് പകരമായിട്ട് എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ എടുത്തിരിക്കുകയാണ്. എന്റെ ഡോക്ടറെ, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. 20 കേസുകൾ എന്റെ ബാങ്കിൽ തന്നെ പെൻഡിംഗ് ഉണ്ട്. താങ്കൾ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പരാതിയുടെ കോപ്പി എനിക്ക് താ. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ദാ പോകുന്നു പോലീസ്. ഡോക്ടർ ബാലു, എന്നെ ഓടാൻ അനുവദിക്കൂ. ഡോക്ടർ ബാലു ഇപ്പൊ ഒരു പ്രോബ്ലത്തിലാണ്. സാറിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്താ പോരെ? യൂണിഫോം ഇട്ടുകൊണ്ട് ആരെങ്കിലും ജോഗിങ് ചെയ്യാറുണ്ടോ? അതെ, ഇപ്പതാ സാറ് ചെയ്യുന്നില്ലേ? കള്ളനെ പുറകെ ഞാൻ പോവുകയായിരുന്നു. കണ്ടോ, അവൻ രക്ഷപ്പെട്ടു പോയി. എന്തായാലും കള്ളൻ ഓടിപ്പോയില്ലേ? പാണ്ഡ സാർ ഇവിടെ നിന്ന് പോയില്ലേ? മേഘങ്ങൾ കറുത്തിരുണ്ടു, മഴ പെയ്യാതെ പോയില്ലേ? താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു കംപ്ലൈന്റ് തരാനുണ്ട്. ഒരാളെന്നെ ഓൺലൈനിലൂടെ പറ്റിച്ച് എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഇത് സൈബർ ക്രൈമാണ്. ഇത് സൈബർ സെല്ലിലേക്ക് പോവുള്ളൂ. എങ്ങോട്ട് വേണമെങ്കിലും അയച്ചോ. പക്ഷെ ഡോക്ടർ ബാലുവിന്റെ ക്യാഷ് എത്രയും വേഗം തിരിച്ചു കിട്ടണം. സംശയമുണ്ടോ? അത് വളരെ പ്രയാസമാണ്. അവരുടെ അക്കൗണ്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരുടെ മൊബൈൽ നമ്പറും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 90% കേസിലും കാശ് തിരിച്ചു കിട്ടുകയില്ല. അയ്യോ. സാറേ, കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കുക. അദ്ദേഹം ദൂരെയാണ്, ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളോട് സംസാരിച്ചാ പോരെ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ വരൂ. നിങ്ങൾ എന്റെ കാശാണ് എടുത്തത്. ഇനി ഞാൻ നിങ്ങളെ ഇടിച്ചിടിച്ച് ഒരു പരുവമാക്കും. കള്ളത്തരം കാണിക്കുന്നവർക്കെല്ലാം ഇത് ഒരു പാഠമായിരിക്കും. ഹലോ മാം, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഓഫർ ഉണ്ട്. താങ്കൾക്ക് എന്താ താല്പര്യമുണ്ടോ? വേണ്ട മോനെ, ഞങ്ങൾ ഓഫർ തരാൻ വേണ്ടിട്ടാ വന്നത്. പറഞ്ഞോളൂ മേഡം, താങ്കൾക്ക് ഓഫർ സ്വീകാര്യമാണോ? അക്കൗണ്ട് ഡീറ്റെയിൽസ് സാറ് തീർച്ചയായിട്ടും തരേണ്ടി വരുമല്ലോ.
യുവമാർക്ക് അടിച്ചൊതുക്ക്. ഓ ഡോക്ടർ ബാലു, താങ്കൾ താഴെ ചെന്ന് എല്ലാരെയും സഹായിക്ക്. ഇവിടെ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീയോ? ഇവിടെ മുഴുവൻ കരിമ്പ് കൃഷിയാണ് പാണ്ട സാറേ. ആദ്യം യൗമാരൊക്കെ പിടിക്കേ, അതിനുശേഷം സ്വസ്ഥമായിട്ട് കരിമ്പ് കഴിക്കാം. സംശയമുണ്ടോ? ഞാൻ പാണ്ടയാണ്. അതറിയാം, ഞാൻ ഹണിയാണ്. ഞാൻ ഇൻട്രഡക്ഷൻ തന്നതല്ല, ഞാൻ പറഞ്ഞതാണ് ഞാൻ പാണ്ടയെന്ന്. എന്നെ എന്തിനാണ് തല്ലുന്നത്?